നമസ്കാരം, ബസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പെരുമാതുറയിലാണ്. പക്ഷേ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പെരുമാതുറ കാണാനല്ല, തോട്ടുംകര എന്ന് പറയുന്ന ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് പെരുമാതുറ നിർത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ബസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അടിപൊളി, നമ്മുടെ നെമ്മീൻ തല വന്നേക്കാണ്. ഇവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ലാന്ന് തന്നെ പറയാം. നെല്ലിക്ക, മാങ്ങ, ബീട്രൂട്ട്. എനിക്കിത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കാണ് ടെൻഷൻ കേട്ടോ. കാരണം ഇത് ഈ തിരയിൽ കയറി വരുമ്പോൾ വെള്ളം ഫുള്ളായിട്ട് പൊങ്ങണുണ്ട്. ഇത് ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് മാത്രമല്ല, നല്ല നാടൻ കള്ള് കിട്ടുന്ന ഒരു ടോഡി ബാറും കൂടെയാണ്. കടൽ അത്യാവശ്യം റഫായി തുടങ്ങി. നമ്മളിപ്പോൾ ഈ നേരെ കാണുന്നതാണ് പെരുമാതുറ പാലം കേട്ടോ. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന വഴിയെന്ന് പറഞ്ഞാൽ നമ്മളത് ഇവിടെ നിന്ന് വന്നു, ഈ പാലം കയറി ഇറങ്ങിയിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാർ പാർക്കിംഗ് ഉണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ നടന്ന് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട്. പുള്ളിക്ക് ആ സഞ്ചിയിൽ കുറേ മീൻ കിട്ടിയിട്ടുണ്ട്. മീൻ പിടിക്കാനായിട്ടുള്ള വള്ളങ്ങളെല്ലാം കടലിലേക്ക് പോകുന്ന വഴിയാണിത്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ. ഇതിവിടെ ചെന്നിട്ട് ഏറ്റവും ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരെ ചെല്ലുമ്പോൾ ഇവിടെ വെച്ചിട്ട് കടലുമായിട്ട് ചേരുന്ന ഭാഗത്ത് ഈ വള്ളം കുഴി കട്ട് ചെയ്ത് കയറുന്ന ആ ഒരു സ്ഥലമാണ്. അതൊരു കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. കാണിച്ചു തരാം. ബോട്ടുകൾ നിരയായിട്ട് വന്നു തുടങ്ങി. കണ്ടോ, കുറേ പേര് ഒന്നിച്ച് പോകണത്. ഓ, ഇത് കണ്ടോ, ഇവിടെ വെച്ച് ആ തിര കട്ട് ചെയ്ത് കയറുന്ന ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞത്. ഓ, അത് വലുതാണ് എൻ്റെ അമ്മേ. എൻ്റെ അമ്മു. അമ്മയ്ക്ക് ഈ ലോകത്തെ ഏറ്റവും പേടിയുള്ള ഒരു സാധനം എന്ന് പറയുന്നത് കടലും വെള്ളവുമാണ് കേട്ടോ. ഇപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം. ഞാൻ അവിടെ പോയി കുറച്ച് താഴെ ഇറങ്ങി എടുക്കട്ടാ. എന്ത് കിട്ടണില്ല, നേരെ കിട്ടണില്ല. പറഞ്ഞാ ഇങ്ങോട്ട് വന്നാൽ ഒരുമിച്ച് പോവാം. കൃമിയടി ഉണ്ടോ? കടൽ അത്യാവശ്യം റഫായി തുടങ്ങി. പുതിയ ആൾക്കാരെല്ലാം വന്ന് അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് പോണേ. ഓ, ഭയങ്കര തിരയാണ് കേട്ടോ. കണ്ടോ, തിരയുടെ വലിപ്പം കൂടി തുടങ്ങി. അപ്പോൾ കൃത്യമായിട്ട് അവിടെ എത്തുമ്പോൾ അവരെ എൻജിൻ ഓഫ് ചെയ്ത് അത് പ്ലാൻ ചെയ്താൽ പോണേ. ശരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കാണ് ടെൻഷൻ കേട്ടോ. കാരണം ഇത് ഈ തിരയിൽ കയറി വരുമ്പോൾ വെള്ളം ഫുള്ളായിട്ട് പൊങ്ങണുണ്ട്. വെള്ളത്തിൽ തൊടാതെ വന്നിട്ടാണ് ഇവൻ ചാടി പോണേ. നല്ല രീതിയിൽ എക്സ്പെർട്ടീസ് ഇല്ലാത്ത ഒരാളിന് ഇവിടെ ക്രോസ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പെരുമാതുറ മുതലപ്പുഴയിൽ നിന്നാണ് നിങ്ങൾ തോട്ടുംകരയിലേക്ക് പോകുന്നതെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴിയെന്ന് പറയുന്നത് കടയ്ക്കാവൂര് മണനാക്ക് വഴി ചെല്ലുന്നതാണ്. ഏകദേശം 15 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. നമ്മളീ പോകുന്ന വഴി തന്നെയാണ് വെള്ളിയാഴ്ചക്കാവ് മുന്തിരിപ്പന്തൽ റെസ്റ്റോറൻറ്റെങ്കിലും നമ്മളിപ്പോൾ പോകുന്നത് തോട്ടുംകരയിലേക്കാണ്. പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിൽ ടാറിങ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പലതും കുണ്ടും കുഴിയും നിറഞ്ഞ വഴികൾ തന്നെയാണ്. എന്നിരുന്നാലും മഴ പെയ്ത റോഡിൽ വെള്ളം കെട്ടാതിരുന്നാൽ സഞ്ചരിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ഒരു വഴിയാണിത്. എടുത്തു പറയേണ്ടത് ഇവിടുത്തെ പാർക്കിംഗ് സ്പേസ് തന്നെയാണ് കേട്ടോ. 25 or 50 കാറുകൾ ഒന്നിച്ച് വന്നാൽ പോലും അക്കോമഡേറ്റ് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ഇവിടെ തന്നെയുണ്ട്. ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ വരുമ്പോൾ ഇതുപോലെ കാർ പാർക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യാം. പിന്നെ ഈ കാണുന്ന ഹട്ടുകളിലാണ് നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത്. അപ്പോഴേ ഇവരെല്ലാം കഴിഞ്ഞ തവണ വന്നതാണ് കേട്ടോ. ഞങ്ങൾ UK-ലായിരുന്ന സമയത്ത് ഇവരൊക്കെ ഒരു പ്രാവശ്യം ഇവിടെ വന്നതാണ്. ഇവർ പറഞ്ഞു കേട്ട് കൊതി കയറിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എന്തായിരുന്നു പരിപാടി കഴിഞ്ഞ തവണ? ഫുഡ് നല്ല ഫുഡ്. കണവ, കൊഞ്ച്, കരിമീൻ, ഞണ്ട്, കപ്പ, അങ്ങനെ ഉഗ്രം ഫുഡ്. ക്വാണ്ടിറ്റി അല്ലേ? നല്ല ക്വാണ്ടിറ്റിയും അതിനുള്ള അനുസരിച്ചുള്ള ക്വാളിറ്റി. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നായിട്ട് വന്നു തുടങ്ങി. ഇത് അമ്മ ഓർഡർ ചെയ്ത ഊണാണ്. ഇത് കൊഞ്ച് ഫ്രൈ, കപ്പ, ഇത്രയാണ് ആദ്യം വന്നേക്കുന്നത്. ബാക്കി സാധനങ്ങൾ നമ്മൾ വെയിറ്റിംഗ് ആണ്. അടിപൊളി, നമ്മുടെ നെമ്മീൻ തല വന്നേക്കാണ്. ഭയങ്കര ഭയങ്കര നമ്മൾ വിചാരിച്ച പോലെ ഭയങ്കര. അതിൻ്റെ കൂടെ തന്നെ കണവ വന്നിട്ടുണ്ട്. കണവ എന്ന് പറയുന്നത് കൂന്തലാണ്.
ഇതിനെ ഭാഗം ആളെ കൂടുതൽ അതുകൊണ്ട് എന്താ ക്വാളിറ്റി കുറഞ്ഞേ? പക്ഷെ ഉള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രൈ ഇല്ല. ഇത് ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് മാത്രമല്ല, നല്ല നാടൻ കള്ള് കിട്ടുന്ന ഒരു ടോഡി ബാറും കൂടെയാണ്. പക്ഷേ നിങ്ങൾ വാഹനം ഓടിച്ചാണ് വരുന്നതെങ്കിൽ ദയവ് ചെയ്ത് മദ്യം കഴിക്കാതിരിക്കുക. ബി റെസ്പോൺസിബിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ നെമ്മീൻ്റെ തലയാണിത്. നെമ്മീൻ്റെ തലയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ എത്ര അല്ലെങ്കിൽ വീഡിയോയിൽ എത്ര ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പം നോക്കുക, ഞാൻ ഇങ്ങനെ കൈ വയ്ക്കുമ്പോൾ എത്ര വലുപ്പമുള്ള നിങ്ങൾ മനസ്സിലാവും. കണ്ടോ, എൻ്റെ ഈ കൈയുടെ ഇത്രയും വലുപ്പമുള്ള ഇത്രയും വീതിയുള്ള ഒരു തലയാണ്. അതുപോലത്തെ 2 നമ്മൾ ഓർഡർ ചെയ്തത്. ഭയങ്കര വലുതാണ്. ഇത്രയും വലിപ്പമുള്ള തല ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ ഇനി നമുക്കുള്ളത് ഇതാണ്, ചെമ്മീനാണ്, ഫ്രൈ ആണ്. ചെമ്മീൻ ഫ്രൈയിൽ അതിൻ്റെ തോട് തല എല്ലാം ഉൾപ്പെടെയാണ് ആ ഒരു വലുപ്പം എത്രയുണ്ടോ അതുപോലത്തെ ഒരു ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി വന്നിരിക്കുന്നത് കരിമീനാണ്. 2 കരിമീൻ, നോർമൽ സൈസാണ്, അത്ര വലുപ്പമുള്ള കരിമീനല്ല. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് 2 കപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കൂന്തൽ കറിയാണ്, ഫ്രൈ അല്ല, കറിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു ചെമ്മീൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതിന് അതിൻ്റെ മസാലയാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഒരു രക്ഷയില്ല, കിടിലൻ ടേസ്റ്റാണ്. അങ്ങനെ ഓവറായിട്ടുള്ള എരിവോ അങ്ങനെയുള്ള ഒന്നുമില്ല, പക്ഷേ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതും കപ്പയും നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇനിയുള്ളത് തലയാണ്. തലയും നമുക്ക് ജസ്റ്റ് സൈഡിൽ നിന്ന് മാത്രം ഒന്ന് കഴിച്ച് നോക്കാം. ഇത് കഴിച്ച് തീർക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ജസ്റ്റ് ആ ഒരു പീസ് മാത്രം ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ, കറിയുടെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മുടെ കോട്ടയം സ്റ്റൈൽ കറിയാണ്. കാരണം തിരുവനന്തപുരത്ത് മീൻ കറി വയ്ക്കുമ്പോൾ അതിനകത്ത് തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് വയ്ക്കുക. പക്ഷേ കോട്ടയം സ്റ്റൈൽ കുടംപുളി ഇട്ടിട്ടുള്ള ആ ഒരു കറിയാണിത്. അങ്ങനെ അംഗം കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റു. അവസാനത്തെ റൗണ്ടായിട്ട് ഐസ്ക്രീമും വാങ്ങി. അപ്പോൾ നേരത്തെ ഉള്ളത് നിങ്ങൾ കണ്ടാണല്ലോ, ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇത് നോക്കി. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബില്ല് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും സാധനങ്ങൾക്ക്, നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച സാധനങ്ങൾക്ക് എല്ലാത്തിനും കൂടെ നമുക്ക് അയക്കുന്നത് 5175 രൂപയാണ്. അപ്പോൾ പ്രൈസ് നമ്മൾ നോക്കി, ഇതിനകത്ത് നമുക്ക് വളരെ റീസണബിളായിട്ട് തന്നെയാണ് നോക്കിയത്. കാരണം എല്ലാ സാധനങ്ങളും നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതായത് നോർമലി നമ്മളൊരു സാധനം പുറത്തുനിന്ന് ഒരു 500 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയാണ് ഇവിടെ ആ ഒരു പ്രൈസിന് കിട്ടുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റിയിൽ ഒരു കുറവുമില്ല, അതുപോലെ ക്വാളിറ്റിയും നല്ലത് തന്നെയാണ്. അപ്പം ഇത് നമ്മൾ 7 പേര് കഴിച്ചിട്ട് ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് അത്ര ഹൈ പ്രൈസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ് അത്. അമ്മയ്ക്ക് എന്തോന്ന് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടല്ല? നമ്മൾ വാങ്ങിച്ച് തല നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. തല ഇഷ്ടപ്പെട്ടോ? പക്ഷെ ഭയങ്കര വലിപ്പമാണ്, അത് ഒരാളെ കൊണ്ട് തിന്ന് തീർക്കാൻ പറ്റില്ല. അതാണ്. അപ്പോൾ നമുക്ക് തോന്നി ഒരെണ്ണം വാങ്ങിച്ചാൽ മതിയായിരുന്നു, നമുക്ക് 2 പേർക്കും കൂടെ ഒരെണ്ണം മതിയായിരുന്നു. അപ്പോൾ അത്രയും ഭയങ്കര വലിപ്പമായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രശ്നം തോന്നി. പിന്നെ അല്ലാണ്ട് ബാക്കി എല്ലാ സാധനങ്ങളും കൊള്ളാം. പിന്നെ എനിക്ക് ഒരു സാധനം കുറച്ചൊരു ഓവർ പ്രൈസ്ഡായിട്ട് തോന്നിയത് കൂന്തൽ, കണവ. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്ലേറ്റിന് അറൗണ്ട് 800-900 ആ ഒരു റേഞ്ചാണ്. അപ്പോൾ അത് മാത്രമാണ് എനിക്കൊരു ഓവർ പ്രൈസ്ഡായിട്ട് തോന്നുന്നത്. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാം നമുക്ക് റീസണബിളായിട്ട് തന്നെയാണ് തോന്നുന്നത്. നമ്മൾ കഴിച്ചത് ആ ഹട്ടിലിരുന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു കുളമുണ്ട്. ഇവിടെ മീനൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ടോ, വെള്ളത്തിൻ്റെ കളർ ഇത്തിരി മോശമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാലും അങ്ങിങ്ങായിട്ട് മീൻ ചാടുന്നത് കാണാം. ഈ കുളത്തിൻ്റെ കരയിലായിട്ട് തന്നെ ഒരു മരത്തിൽ കണ്ടോ നിറയെ നാരങ്ങ കാഴ്ച നിൽക്കുകയാണ്. ഇതിവിടുത്തെ ഒരു ടോയ്ലറ്റാണ് കേട്ടോ. കണ്ടോ, നമുക്ക് ഇതുപോലെ ഈ ഒരു പാലത്തിലൂടെ ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റും. അതുപോലെ ഇത് കണ്ടോ, മൊത്തത്തിൽ ശരിക്കും ഈ ഒരു ഏരിയ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ചതുപ്പ് പ്രദേശമാണ്. അതിനെയാണ് ഇവരിങ്ങനെ ഈ ഒരു ഷാപ്പായിട്ട്, ഷാപ്പെന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ഹോട്ടലെന്ന് തന്നെ പറയണം. കാരണം ഫാമിലീസ് എല്ലാം വരുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ ഇതിനെ മാറ്റിയെടുത്തിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനും പറഞ്ഞില്ലേ, ഇതൊരു ചതുപ്പ് തന്നെയാണ് ഈ ഒരു ഏരിയ മുഴുവൻ. അപ്പോൾ ഇതിനെല്ലാം അപ്പുറത്തായിട്ടാണ് ഈ കാണുന്ന ഹോട്ടലുള്ളത്. തോട്ടങ്കരയിലേക്ക് പോകുന്ന വഴിക്ക് നമ്മളൊരു കിടിലൻ സംഭവം എന്ന് വെച്ചാൽ നമ്മളവിടെ നിർത്തണമെന്ന് ഉദ്ദേശിച്ചതല്ല, പക്ഷേ ഇവിടുത്തെ ആ ഒരു ഡിസ്പ്ലേയും അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് കൊതി കയറി നമ്മൾ നിർത്തിയതാണ്. ഇതൊന്ന് കണ്ടു നോക്ക്. കണ്ടോ, ഇത് അച്ചാറുകളാണ്. എന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ കിട്ടുന്ന എന്തെല്ലാം തരത്തിലുള്ള പച്ചക്കറികളോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതിനെ എല്ലാത്തിനെയും അച്ചാറാക്കി ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് രുചിക്കൂട്ടെന്ന് പറയുന്ന ഒരു കടയാണിത്.
ഇവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ലയെന്ന് തന്നെ പറയാം. നെല്ലിക്ക, മാങ്ങ, ബീട്രൂട്ട്, ക്യാരറ്റ് തുടങ്ങിയ സകലമാന സാധനങ്ങളുമുണ്ട്. ഇതുണ്ട് അത് ചെയ്തിരിക്കുന്ന ആ ഒരു ഡിസ്പ്ലേയുടെ ഭംഗിയുണ്ടോ. ഇത് നമ്മൾ റോഡിൻ്റെ മറുവശത്ത് നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ അട്രാക്ട് ചെയ്യും കേട്ടോ. ആ രീതിയിലാണ് ചെയ്യുന്നത്. ആ ഒരു കളർ കോമ്പിനേഷനും എല്ലാം ആയിട്ട് ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും മാത്രമല്ല, ഇവിടെ നമുക്ക് ഫിഷ്, മീറ്റ് അങ്ങനെയുള്ള ഐറ്റംസും ഉണ്ട്. അതായത് കരിമീൻ, കണവ, ചൂര, കൊഞ്ച് ഇങ്ങനെയുള്ള ഫിഷ് ഐറ്റംസ്, പിന്നെ ബീഫ് പോലെയുള്ള ഇറച്ചി ഐറ്റംസിൻ്റെയും അച്ചാറുകളെല്ലാം നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. അതുകൂടാതെ ഇത് കടയുടെ രണ്ടാമത്തെ ഒരു സെക്ഷനാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ നമുക്ക് പലഹാരങ്ങളുണ്ട്. ഇത് കണ്ടോ, ചക്കവറ്റൽ, പിന്നെ ഏത്തക്ക ചിപ്സ്, മിക്സ്ചർ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ നാടൻ പുളിയാണ്, അത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഈ സൈഡിൽ വരുമ്പോൾ ഇത് കണ്ടോ, അവലോസ് പൊടി, അവലോസ് ഉണ്ട, ചെറി ഫ്രൂട്ട് ഇങ്ങനെയുള്ള സകലമാന സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും. പിന്നെ നാടൻ പുളി മാത്രമല്ല, കുടംപുളിയും നിങ്ങൾക്ക് കിട്ടും. അതും കണ്ടോ, ഇതുപോലെ പാക്ക് ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓണം പ്രമാണിച്ച് സാധനങ്ങളൊക്കെ പടപടെ തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടുത്തെ ചേച്ചി പറയുന്നത്. അപ്പോൾ ഈ വഴിക്ക് പോകുകയാണെങ്കിൽ നിങ്ങളിത് മിസ് ചെയ്യേണ്ട ഒരു കിടിലൻ സ്പോട്ടാണ്. വണ്ടി നിർത്തിക്കോ, ധൈര്യമായിട്ട് വന്നോ. നാട്ടിൽ വന്ന ശേഷം ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്ത ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വരുന്ന ആൾക്കാരാണെങ്കിലോ ഒരു ദിവസം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു കിടിലൻ ട്രാവൽ പ്ലാനാണ് കേട്ടോ ഇത്. ഇതുപോലുള്ള സൂപ്പർ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.